ഗൈസ്, എൻ്റെ ഒരു പോക്ക് എങ്ങനെയെങ്കിലും കോടീശ്വരനാവണമെന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ്. ഫ്ലൈറ്റിലെ സൈഡ് സീറ്റിനെ കിട്ടി. അങ്ങനെ ജന്മനാടിന്റെ ടാറ്റ പറഞ്ഞിട്ട് നേരെ ദുബായിലേക്ക്. ദുബായിൽ നിന്ന് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി ഒരു ടാക്സി ഡ്രൈവർ എത്തി. അൽ കബീർ മുസ്തഫ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. അങ്ങനെ എന്റെ ഗൾഫ് യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. കാറിൽ വെച്ച് ഇദ്ദേഹം എന്നോട് അറബിയിൽ ചോദിച്ചു, ഇദ്ദേഹത്തിന്റെ അറബി മലയാളമായിട്ട് നല്ല സാമ്യമുണ്ട്. ഇദ്ദേഹം എനിക്ക് ബുർജ് ഖലീഫ കാണിച്ചു തന്നു. മണലാരണ്യത്തിൽ ഒട്ടകത്തെ കാണിച്ചു തന്നു. അങ്ങനെ എന്നെ ജോലി സ്ഥലത്ത് കൊണ്ടുവന്നാക്കി. അവിടെ ഞാൻ കണ്ടത് ഒരു കറുത്ത പുക മാത്രം. എന്റെ ഓഫീസിന്റെ മണ്ടയിലിട്ടാണ് ഒരു ബോംബിട്ടിട്ട് പോയത്. അങ്ങനെ കോടീശ്വരനാവണമെന്നുള്ള ആഗ്രഹം ബാക്കി വെച്ച് നാട്ടിലേക്ക്. അങ്ങനെ നാട്ടിലെത്തിയപ്പോ എന്നിലെ ബിസിനസ്സുകാരൻ ഉണർന്നു. അങ്ങനെ വീട് പണിയും വെച്ച് കുറച്ച് കാശ് ഞാൻ സെറ്റാക്കി. പിന്നെയുള്ള പണികളെല്ലാം പടപടയെന്നായിരുന്നു. അങ്ങനെ എന്റെ സ്വപ്നമായിട്ടുള്ള ഹോട്ടൽ ലീലാവിലാസം നാളെ ഉദ്ഘാടനമാണ്. പരിഹസിച്ചവരുടെ മുമ്പിൽ ഞാനൊരു വീരനെ പോലെ നിന്നു. പക്ഷേ ഹോട്ടലിൽ കത്തിക്കാൻ ഗ്യാസ് മാത്രം കിട്ടിയില്ല. അങ്ങനെ ഉദ്ഘാടന ദിവസം തൊട്ട് അടച്ചിടേണ്ടി വന്നു. അങ്ങനെ വീടിപ്പോ ജപ്തിയുടെ വക്കിലാണ്. പക്ഷെ ഞാൻ തിരിച്ചു വരും.